ഹാപ്പി ഓണം. അത്ത ഇടാൻ പോവാ. അപ്പം അമ്മ കുളിച്ചിട്ട് വരട്ടാ. ഓക്കെ. ഹലോ, ഇന്ന് തിരുവോണമാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ ഓണവിശേഷങ്ങളും വീട്ടിലെ അത്തയിടുന്നതും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ഇമ്മക്കുട്ടിയുടെ 3ാമത്തെ ഓണമാണ് ആക്ച്വലി. അതായത് അവളുടെ ജനിച്ച ഉടനെ അവൾക്കൊരു ഓണം ഉണ്ടായിരുന്നു. ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2-3 മാസമായപ്പോൾ ഒരു ഓണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഓണം അവളുടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു, 1 വയസ്സ് കഴിഞ്ഞ്. ഇപ്പോഴാണ് അവൾ നാട്ടിൽ അവൾക്ക് ഇച്ചിരി അറിയാവുന്നുള്ളൊരു ഓണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവളിതുവരെ അത്ത ഇടുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത്തമൊക്കെ ഇട്ട് ഒരു ഓണാഘോഷം നമുക്ക് കണ്ടാലോ? ഇത് നമ്മൾ വാങ്ങിച്ച പൂവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓണം ആയപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂവൊന്നുമില്ല. പിന്നെ അത്ത ഇടാൻ വേണ്ടിയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുക്കാൻ പൂക്കളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പൂ വാങ്ങിച്ചു. ഇമ്മക്കുട്ടി എന്നെ സഹായിച്ചു കേട്ടോ. ഇച്ചിരി പൂവൊക്കെ ഒന്ന് പിച്ച് സഹായിച്ചു തന്നു. പിന്നെ നമ്മൾ രാവിലെ അത്ത ഇടാൻ വേണ്ടിയിട്ട് പോവാണേ. അത്ത ഇടാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഡിസൈനൊക്കെ ഞാൻ തലേദിവസം വരച്ചിട്ടാണ് പോയി കിടന്നത്. കാര്യം പിറ്റേന്ന് നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. അതുപോലെ ഇമ്മക്കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ അവൾ ചിലപ്പം വരയ്ക്കാനോ ഒന്നിനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് രാത്രി വരച്ചിട്ടിട്ടാണ് കിടന്നത്. വരച്ചെങ്കിലും അതിപ്പോൾ ഒരു കറക്റ്റ് വട്ടത്തിനൊന്നും ആയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വരച്ചു. പിന്നെ പൂവൊക്കെ ഇടാൻ തുടങ്ങി. പൂവ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയതാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആദ്യം ഞാൻ ഇത്ര മാത്രം ഫില്ല് ചെയ്തിട്ട് ആണ് അത്ത ഇട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പൂക്കൾ ബാക്കി വന്നായിരുന്നു. സാധാരണ തിരുവോണത്തിന് എടുക്കുന്ന പൂ മൊത്തം ഇടണമെന്നാണല്ലോ. അതുകൊണ്ട് പിന്നീട് ബാക്കി വന്ന പൂവെല്ലാം കൂടി ഒരു ബോർഡറാക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ വീട്ടിലെ പൂ വയ്ക്കാത്തതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ റോസാപ്പൂവൊക്കെ ഒന്ന് സെറ്റാക്കി. അത്ത ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇമ്മക്കുട്ടി ഒരുങ്ങി നിൽക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ടിട്ട് ഒരുങ്ങിയിട്ട് മുത്തശ്ശിയെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് കേട്ടോ. ഒരുങ്ങിയത് കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അമ്പലത്തിലേക്കാണ്. ഇമ്മ എവിടെ പോണ്? അയ്യോ, എവിടെ പോണ്? അമ്പലത്തിലാ പോയിട്ട് വരാം. ഇവിടെ തൊട്ടടുത്തുള്ള മുടിപ്പുരയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അമ്പലത്തിൽ പോയപ്പോൾ എന്താ ഇവിടെ അത്ത ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്തമൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ തോന്നു നിന്ന സമയത്താണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയത്. പിന്നെ ഇമ്മക്കുട്ടി രാവിലെ എണീച്ചത് കൊണ്ട് അവൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. നേരത്തെ വീട്ടിൽ പോയിട്ട് രാവിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം അവളെ ഒന്ന് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ അമ്മ സദ്യയെല്ലാം സെറ്റാക്കി. എനിക്ക് ആകെ കുറച്ച് തേങ്ങ തരുന്നൊരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കറികളും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണസദ്യക്കുള്ള സാമ്പാർ, അവിയൽ, തോരൻ, കിച്ചടി, ചൂട്ടപ്പം മീൻസ് പുളിശ്ശേരി. പക്ഷേ ഇതൊന്നും വെച്ചാൽ ഞാനല്ല, അമ്മയാണേ. രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം ആശാത്തി ഒന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ ഉറക്കം തെളിഞ്ഞത് അത്ര ഒരു നല്ലൊരു മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇച്ചിരി വാശിയും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കളിക്കും, ഇടയ്ക്ക് പിന്നെയും കരയും, വാശി പിടിക്കും, ഇതൊക്കെ തന്നെയായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് തന്നു കേട്ടോ. അപ്പം കുറ്റിയിട്ടാ? അയ്യോ, കുറ്റിയിട്ടാ? ആണ്ട് എണീക്കണ സാനി. അടുത്തോട്ട് പോക്കൂടാ, കടിക്കും. ഉറക്കം എണീച്ചതിൻ്റെ ഒരു പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാനിയുടെ അടുത്ത് തോന്നുന്നത്. സാനി മീൻസ് നമ്മുടെ പറ്റി.
അപ്പോൾ ഇവളും സണിയും പെൺപട്ടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഞാനെടുത്ത് പോകാറില്ല, അപ്പനാണ് കൊണ്ടുപോയി കാണിക്കാറൊക്കെ ചെയ്യുന്നത്. കാര്യം ഈ പട്ടി കടിക്കും, അതുകൊണ്ട് ഞാനെടുത്ത് പോകാറില്ല. ഇവളെ കടിക്കുന്നില്ല. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തവർക്ക് കാണേണ്ടത് കിളികളാണ് കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് കിളി ഉള്ളൂ, ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ കിളിയൊക്കെ കണ്ട് കിളികളുടെ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ നല്ല ഹാപ്പിയാവും. കിളിയെ കണ്ട എടുക്കണോ അത് വേണോ? ഒരു സുഖം കിട്ടാനില്ലാവും. എന്തോന്നാ കഥ കടച്ചതാ മന്ന വിളിച്ചില്ല മക്കളാ. റിമോട്ടിൽ ചാർജ് വെക്കത്തില്ല കണ്ണാ. ആ ഫോണാണ് ചാർജ്. ഞാൻ കഴിക്കാൻ താമസിക്കും. അമ്മ ഒരു പാത്രത്തിലൂടെ എടുത്ത് തരട്ടാ കണ്ണാ. ചോറ് കഴിച്ചാ? സദ്യ കഴിച്ചാ? പായസം കുടിച്ചാ? ഉറക്കം വന്നാ? ഉറങ്ങാമോ? ടാറ്റാ, ഉറങ്ങിയിട്ട് വരാം. ആഘോഷിച്ചോണം മിൽമ ഓണം. Co-sponsored by ഗോൾഡും ആഘോഷിക്കൂ ആരോഗ്യപ്രദമായ ഓണം. വ്യാൻ പാചകം ഇപ്പോൾ ഈസി പീസി. ജോസ്കോയിൽ പൊന്നോണ മഹോത്സവം അത്തിളക്കിക്കോ. ആ ഇവിടെ വെച്ച് കളിച്ചാൽ മതി മന്ന. അവിടെ വെച്ച് ചമ്മീന്തിയാ. ആ അത്ത ഇളക്കിക്കോ. അത്തത്തി കളിച്ചോ. ഇമ്മ 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 ബൈ. ഒരു ബായ് തരുമോ? ബായ് താ. അർത്ഥം കഴിഞ്ഞിരിക്കുന്നു. Goodbye.